ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ബി എ ഗുഡ് മോം. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നല്ലോണം വർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് രാവിലത്തെ പരിപാടികളൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ അതാ നമ്മൾ കുക്കിങ്ങിന് നിൽക്കുവാണേ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കറി വെക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തക്കാളിയും ചെമ്മീനും കൂടി കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെമ്മീനൊക്കെ ഇവിടെ തല കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് വറുത്തെടുക്കാം. അപ്പോൾ ഒടിയുന്ന പരുവാവുന്നവരെ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കട്ടെ. പിന്നെ ഞാനിതാ 2 ചെറിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. തക്കാളി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 തക്കാളിയും അതുപോലെ തന്നെ ഒരു 100 ഗ്രാം അടുത്ത് ചെമ്മീനും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് നമ്മുടെ ചട്ടി അടുപ്പിൽ വെക്കാം കേട്ടോ. നാടൻ കറി ആയതുകൊണ്ട് തന്നെ നമ്മൾ ചട്ടിയിലാണ് വെക്കുന്നത്. അപ്പോൾ തക്കാളിയും ചെമ്മീനും ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ അതവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പണികൾ ചെയ്യാം. അപ്പോൾ അതാ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, വൈകുന്നേരം ചായയൊക്കെ കുടിച്ചതിന് ശേഷമുള്ള. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് കഴുകി ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ വാഷ് ബേസിനും കൂടി ഒന്ന് കഴുകി ഇടുവാണേ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ അലക്ക് ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കലക്ക് കഴിഞ്ഞ തുണികളൊക്കെ ഞാനെടുത്ത് ഡ്രയറിലോട്ടിട്ട് അതിന് ശേഷം നമ്മുടെ ഇതൊന്ന് സ്പിൻ ചെയ്തതിന് ശേഷം നമുക്കിനിയിപ്പം ഇത് മേളിൽ കൊണ്ടുവന്ന് വിരിച്ചിടണം. ഇനിയിപ്പോൾ നമുക്കിത് സ്ലാബൊക്കെ ഒന്ന് ഒതുക്കാവേ. അപ്പം കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, നമ്മുടെ ചെമ്മീൻ വറുത്തതും അതുപോലെ തക്കാളി കട്ട് ചെയ്തതിൻ്റെ കട്ടിങ് പാടും എല്ലാം കൂടി ഒന്ന് കഴുകി വെക്കാമെന്ന് ഓർത്തു. അപ്പം അതെല്ലാം കൂടി ഒന്ന് കഴുകി വെച്ചതിന് ശേഷം സ്ലാബൊക്കെ ഒന്ന് പെട്ടെന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കാം. അതിന് ശേഷം എന്താ മക്കൾ പുറത്ത് കളിക്കാനായിട്ട് പോയിക്കുമായിരുന്നേ. അപ്പം അവർക്ക് കുളിക്കാനുള്ള വെള്ളം ഞാൻ കെറ്റിലിൽ വെച്ചു. അപ്പോൾ ഈ വെള്ളം തിളയ്ക്കുന്ന സമയമാകുമ്പോഴത്തേക്കിന് അവരെ വിളിക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ എൻ്റെ മുടിയിൽ കുറച്ച് എണ്ണയൊക്കെ വെച്ച് ഒന്ന് വൃത്തിയാക്കി കുറച്ച് നേരം കണ്ണാടിൻ്റെ മുന്നിലൊക്കെ നിന്ന് ഒന്ന് ഭംഗിയൊക്കെ നോക്കി ഒന്ന് നിന്നു. അപ്പം കുറച്ച് സമയം ഇങ്ങനെ ഒരു മീ ടൈം പോലെ ഞാൻ എടുത്തു കേട്ടോ. അപ്പോൾ അതിന് ശേഷം എന്താ മക്കളെയൊക്കെ വിളിച്ചു, അവർ കയറി വന്നു. സന്തോഷമുള്ള തന്നെ കാണുന്നില്ല. ഇവിടെ അടുത്ത് അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ ഞാൻ കഴിഞ്ഞ ദിവസം അവർക്ക് രണ്ടാൾക്കും കടയിൽ പോയപ്പോൾ മേടിച്ചു കൊടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അതാ അമ്മ ഞങ്ങൾക്ക് എല്ലാം ചെയ്തു തരുന്നതല്ലേ, അതുകൊണ്ട് ഉമ്മയുടെ സ്റ്റിക്കർ അമ്മയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ട് അത് തന്നിട്ട് ഒരു ഉമ്മയും കൂടി തന്നു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ മക്കൾ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ മക്കളുടെ കയ്യിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോൾ റിവാർഡ് കിട്ടിയ പോലെയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷമാണല്ലേ അങ്ങനെ കേൾക്കുമ്പോൾ. അപ്പോൾ അതാ മക്കളുടെ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഭയങ്കര സ്വീറ്റല്ലേ. അപ്പം ഞാൻ ഇടയ്ക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു കേട്ടോ. പിന്നെ കറി എന്തായി എന്നൊക്കെ നോക്കി, വെന്തോന്നൊക്കെ നോക്കി. അതിന് ശേഷം ഇവിടെ വന്നപ്പോൾ ഒരാൾ പപ്പയുടെ സ്വെറ്ററൊക്കെ എടുത്തിട്ട് വെസ്റ്റേൺ സ്റ്റൈലിൽ നിന്നിട്ട് ഡാൻസിങ്ങും സംഭവമൊക്കെയാണ് കേട്ടോ. ഇതൊക്കെയാണ് പരിപാടി. അവധി ദിവസം വീട്ടിലിരുന്നൊരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. വീട് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശനിയാഴ്ച ഇവിടെ ഇരുന്നതിൻ്റെ കോലമാണ് കാണുന്നത്. മൊത്തത്തിൽ അലങ്കോലമായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇത് നോക്കിയേ, പിള്ളേർ മോനാണെങ്കിൽ ഇവിടെ കുടയെല്ലാം നിവർത്തി വെച്ചിട്ട് ടെൻ്റ് ഉണ്ടാക്കി കളിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അവനെ കൊണ്ട് തന്നെ ചുരുക്കി വെപ്പിച്ചു. ഇനിയിപ്പോൾ ഈ അലങ്കോലമായിട്ട് കിടക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ച് ഒന്ന് നീറ്റാക്കിയിടണം. ഇനിയിപ്പം സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി ഇതൊന്ന് അടിച്ചും കൂടി എടുക്കണം. അപ്പം ഈ ഒരു ലിവിങ് റൂം ഏരിയ ഒന്ന് അടിച്ചെടുക്കാമെന്ന് വിചാരിക്കണേ. അങ്ങനെ സെറ്റിയും അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഒന്ന് മാറ്റി, നമുക്ക് അപ്പുറത്തുള്ള ആ ഒരു ബുക്ക് ഷെൽഫൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല കേട്ടോ. മാറ്റാനൊരു ശ്രമം നടത്തി നോക്കി, പക്ഷേ പരാജയപ്പെട്ടു. പിന്നെ ഈ ഇപ്പുറത്തിട്ടേക്കുന്ന ചെയറെന്ന് പറഞ്ഞാൽ ചെയറും പോയിട്ട് ടേബിൾ എന്ന് പറഞ്ഞാൽ അതിൽ ഗ്രാനൈറ്റ് ഇട്ടേക്കണം. ഒട്ടും നമുക്ക് നീക്കാൻ പറ്റില്ല. അപ്പോൾ അതിനിടയിലേക്കൊന്നും നമുക്ക് അടിക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ചവിട്ടിയൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് അതുപോലെ സെറ്റിയൊക്കെ ഒന്ന് സ്ഥാനമൊക്കെ മാറ്റി ഒന്ന് ഇപ്പുറത്തോട്ടൊക്കെ നീക്കിയിട്ട് അതിൻ്റെ ബാക്കിൽ നിന്നൊക്കെ അടിച്ചെടുത്ത് അതെല്ലാം സെറ്റിയിലുള്ള ചുക്കിലിയും എല്ലാം ഒന്ന് തൂത്ത് മാറ്റി അങ്ങനെ ഒന്ന് ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ ഈ റൂമിലെ അടിച്ചുവാരലൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് പാസേജും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുള്ളൂ കേട്ടോ. പാസേജും കൂടി ഒന്ന് അടിച്ചു വാരി എടുത്തു കഴിഞ്ഞാൽ അടിച്ചുവാരൽ മഹാമഹം നമുക്കിവിടെ അവസാനിപ്പിക്കാം കേട്ടോ. ഇന്നത്തെ ഇതിപ്പം സത്യം പറഞ്ഞാൽ രാത്രി അടിച്ചിട്ടാലും രാവിലെ ആകുമ്പോഴത്തേക്കിന് എവിടുന്നാണെന്നറിയത്തില്ല, കരടും മുടിയും ഒക്കെ ഉണ്ടാവും. എങ്ങനെയാണ് എവിടുന്നാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അതാണ് അവസ്ഥ. എല്ലാ വീട്ടിലൊക്കെ തന്നെ ഇത് തന്നെയായിരിക്കും അവസ്ഥ അല്ലേ. രാത്രി അടിച്ചിട്ടാലും അല്ലെങ്കിൽ രാവിലെ അടിച്ചിട്ടാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും പൊടി വരും. വൈകിട്ട് അടിച്ചിട്ട് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്കും പൊടി വരും. എവിടുന്നാ പൊടി വരുന്നത് എന്താണെന്നൊന്നും ഒരു പരിപാടിയും അറിയത്തില്ല. അപ്പോൾ നമ്മൾ പിന്നെയും നമ്മുടെ കിച്ചണിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരാളിവിടെ കറിവേപ്പിലൊക്കെ കടുക് വറുക്കാനുള്ളതിലിടാൻ വേണ്ടിയിട്ട് കണ്ണട വെച്ചേക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ കണ്ണിലോട്ട് എണ്ണ തെറിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കടുക് വറുക്കലും പരിപാടികളൊക്കെ ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് ഞാൻ പാൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ചുവന്നുള്ളിയും നമ്മുടെ കറിവേപ്പിലയും കടുകും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ കൂട്ടാനൊന്ന് കടുക് വറുത്ത് ഇട്ടു. ഇനിയിപ്പം കൂട്ടാൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കി കുഴപ്പമൊന്നുമില്ല. പിന്നെ ചോറൂണൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി വെച്ചതൊന്ന് എടുത്ത് വെക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടല്ലോ. പിന്നെ ചോറ് കഴിച്ചിട്ട് പിന്നെ ആ ഒരു പാത്രം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞു. അങ്ങനെ പ്രേയറെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ കുളിച്ചു. എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കളെ കെടുത്താനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ മോളിതാ വായിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം സ്ക്രീനാണ് കുറവാട്ടോ ഞങ്ങൾ കൊടുക്കണേ. അരമണിക്കൂറൊക്കെ അവർക്ക് സ്ക്രീൻ കൊടുക്കാറുള്ളൂ. പിന്നെ കൊടുക്കുന്നത് ബുക്സാണ്. ഈ വായിച്ച് തന്നെ മടുത്തു, എന്നാലും അത് പിന്നെയും വായിക്കുക. അപ്പോൾ മക്കളെ കിടത്തി. ഇനിയിപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞല്ലോ. ഇനിയിപ്പം നമ്മുടെ കിച്ചണൊന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ സ്റ്റൗ ടോപ്പ് ജസ്റ്റ് അവിടെ ഒന്ന് തുടയ്ക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും തുടച്ചു. ഇനിയിപ്പം പാത്രമെല്ലാം ബാക്കി ഉണ്ടായിരുന്നതോടെ ഒന്ന് കഴുകി വെച്ചു. ഇനിയിപ്പം അതിന് ശേഷം പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കിയതിന് കഴിഞ്ഞിട്ട് ഒന്ന് വൈപ്പ് ചെയ്തിടുവാണേ. വൈപ്പ് ചെയ്തിട്ട് നമ്മുടെ സ്ലാബ് അങ്ങനെ വെള്ളം വീണേക്കുന്നതൊക്കെ ഒന്ന് തുടച്ച് ഉണക്കിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സമാധാനമായിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് വരുമ്പോൾ ഇല്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ അങ്ങോട്ട് ഇടങ്ങേറായിട്ടുണ്ടാവും. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിൽ പണികളൊന്നും തീരാത്ത പോലത്തെ അവസ്ഥയാണ്. അപ്പോൾ രാത്രി ഇങ്ങനെയൊക്കെ ചെയ്തിടുകയാണെങ്കിൽ രാവിലെ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. കിച്ചണിലേക്ക് വരാൻ വേണ്ടിയിട്ട് തന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. അതാണ് നമ്മുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജോലികളൊക്കെ ഏകദേശം വൈൻഡപ്പ് ചെയ്തു കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഈ ഒരു ഡൈനിങ് ടേബിളോടെ ഒന്ന് നീറ്റാക്കിയിട്ടാൽ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ നേരെ സമാധാനമായിട്ട് ഉറങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെയറെല്ലാം നേരെ വെച്ചു. നമ്മുടെ ഡൈനിങ് ടേബിൾ ഒന്ന് തുടച്ചും കൂടി വൃത്തിയാക്കി. പിന്നെ അടിച്ചു വാരിയതാണ് ഞാൻ ഓൾറെഡി. പിന്നെ നമ്മുടെ ടേബിള് ഒന്ന് സെറ്റ് ചെയ്തിട്ടാൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേനും നമുക്ക് നല്ല ഉഷാറുണ്ടാവും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയണേ. പിന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ. ഇനിയൊരു വീഡിയോ ആയിട്ട്